ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയടക്കം ആവശ്യപ്പെട്ട് ഡൽഹിയിൽ തുടരുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് പിന്തുണയുമായി കോടന്നൂരിൽ കേരള കർഷക സംഘം പ്രതിഷേധം. കേരള കർഷക സംഘം ചെയർപേഴ്സൺ ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സംഗമവും നടത്തിയത്. ചോദ്യപേപ്പർ ചോർച്ചാ സംഭവത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം നടക്കുന്നത്. ഇവർക്ക് പിന്തുണയുമായാണ് കേരള കർഷക സംഘം ചെയർപേഴ്സൺ ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സംഗമവും സംഘടിപ്പിച്ചത്. കോടന്നൂർ സെന്ററിൽ ചേർന്ന പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സംഗമവും കേരള കർഷക സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പിയ വൂഗീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ സ്തംഭനാവസ്ഥയിലാണ്. അതിൻ്റെ കാരണമാണ് ഇവിടെ വിശദീകരിച്ചത്. നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന അതിപ്രധാനമായ 2-3 പരീക്ഷകളാണ്. ഒന്ന് നീറ്റ് പരീക്ഷ, CBSE പരീക്ഷകൾ, UG പരീക്ഷകൾ. ഇവിടെയൊക്കെ തന്നെ വ്യാപകമായ തോതിൽ കൃത്രിമം നടക്കുക. ചോർച്ച എന്നത്തെ പറഞ്ഞില്ല, ചോദ്യക്കടലാസ് ചോർത്തി കൊടുക്കുക, കച്ചവടം ചെയ്യുക, വിദ്യാഭ്യാസ മേഖലയെ മലീമസമാക്കുക. അതിപ്പോൾ ഏറ്റവും കൂടുതലായി മുന്നോട്ട് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റാണ്. ആ BJP ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലാണ് വ്യാപകമായ തോതിൽ ഈ കൊള്ള നടന്നത്. ഇതിനെതിരെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു കക്ഷി രാഷ്ട്രീയത്തിന് ഒരു കൊടിയുടെയും മുടി പിടിച്ചുകൊണ്ടല്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ നന്നായി പിടിപിടിക്കന്മാരായി പഠിക്കുന്നവർ അവർ സമരത്തിൽ പോകുന്നു. ഈ കഴിഞ്ഞ 1-2 മാസത്തിനുള്ളിൽ 22 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ തന്നെ വീടുകളിലെ കുട്ടികളെ പോലെ മിടുക്കന്മാരായ കുട്ടികൾ പകലിരുന്ന് പഠിച്ച് ബുദ്ധിമുട്ടി മാർക്ക് ലഭിച്ച് അഡ്മിഷൻ കിട്ടേണ്ട കുട്ടികൾ അവരൊക്കെ വഞ്ചിക്കപ്പെടുക. ചെയർപേഴ്സൺ ഏരിയ പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. M ശ്രീരാഗ, സ്ട്രെയിനി ചാക്കോ, ജെയിംസ് പി പോൾ, AK രാധാകൃഷ്ണൻ, ജോഷി ബാബു എന്നിവർ സംസാരിച്ചു.